ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ ക്ലാസ്. ഇന്ന് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ BA ഇംഗ്ലീഷിൻ്റെ ന്യൂ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് എന്ന ടെക്സ്റ്റിലെ വെൻ ഓട്ടം കെയിം എന്ന കവിതയാണ്. അപ്പോൾ ഇത് എഴുതിയത് ഫായിസ് അഹമ്മദ് ഫായിസ് ആണ്, ഒരു പാകിസ്ഥാനി ഓതറാണ്. സോ ഈ കവിതയിൽ ഓട്ടം സിംബലൈസ് ചെയ്യുന്നത് ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ് അല്ലെങ്കിൽ ഡിക്റ്റാറ്റർഷിപ്പിനെയാണ്. അതായത് ഏകാധിപത്യത്തെയാണ് ഇവിടെ ഓട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പാകിസ്ഥാനിൽ എങ്ങനെയാണ് ഒരു ഡിക്റ്റേറ്റർഷിപ്പ് നിലനിന്നിരുന്നു, അവിടുത്തെ ജീവിതങ്ങൾ എത്രമാത്രം കഷ്ടപ്പാടിലായിരുന്നു എന്നതാണ് ഈ കവിതയിൽ കൂടെ ഫായിസ് നോക്കുന്നത്. അപ്പോൾ നമുക്കിനി സ്റ്റാൻസ ബൈ സ്റ്റാൻസ ആയിട്ട് നമ്മുടെ പാഠഭാഗം ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, സ്റ്റാൻസ 1 നോക്കാം. This is the way that autumn came to the trees. It stripped them down to the skin, left their ebony bodies naked. It shook out their heads. The yellow leaves scattered them over the ground. Anyone could trample them out of shape, undistributed by a single moan of protest. അപ്പോൾ ഇതിൻ്റെ സമ്മറി നമുക്ക് നോക്കുകയാണെങ്കിൽ, ഓട്ടം ഡിഡിൻ കം സോഫ്റ്റ്ലി, ഇറ്റ് കെയിം വിത്ത് വയലൻസ്. ഇവിടെ ഓട്ടം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ് ഒക്കെയാണ്. അപ്പം ഈ ഓട്ടം എന്ന് പറയുന്നത് ഒരിക്കലും സോഫ്റ്റ് ആയിട്ടല്ല വരുന്നത്, അത് വയലൻസോട് കൂടിയാണ് വരുന്നത്. ഇറ്റ് ടോൾ ദ ലീവ്സ് ഓഫ് ദ ട്രീസ്, ലീവിങ് ദം ബെയർ ആൻഡ് ലൈഫ്ലെസ്. അങ്ങനെ വന്നിട്ട് ഇവിടുത്തെ ട്രീസ് എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിലെ മനുഷ്യന്മാരെയാണ് പറയുന്നത്. അപ്പോൾ അവരുടെ റൈറ്റ്സ് കർട്ടൈൽ ചെയ്യുകയാണ് ചെയ്യുന്നത്, അവരുടെ റൈറ്റ്സ് ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത് ഈ വയലൻസോട് വരുന്ന ഓട്ടം. ദ ഫാളൻ ലീവ്സ് വേർ ക്രഷ്ഡ് അണ്ടർ ഫുട്ട് ആൻഡ് നോ വൺ ക്രൈഡ് ഔട്ട്. ഇവരെല്ലാവരെയും അടിച്ചമർത്താണ്, ക്രഷ് ചെയ്യാന്ന് പറയുന്നത്. ആൻഡ് നോ വൺ ഹാസ് വോയിസ്. അവർക്ക് ആർക്കും അവിടെ എന്തില്ല, വോയിസ് ഇല്ല. അവരുടെ ആരുടെ ശബ്ദം അവിടെ ഉയർത്താൻ ഇവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇതാണ് സ്റ്റാൻസ 1. ഇനി സ്റ്റാൻസ 2ലേക്ക് പോവാം. The birds that herald dreams were exiled from their songs. Each voice torn out of its throat. They dropped into the dust even before the human strung his bow. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി നോക്കുകയാണ്. ദ ബേർഡ്സ് ദാറ്റ് വൺസ് സാങ് വിത്ത് ഹോപ്പ് ആൻഡ് വേർ സൈലൻസ്, their songs were taken away and they fell to the ground before they were even attacked. അപ്പോൾ ഇവിടെ പറയുന്നത് ബേർഡ്സിന് അവിടെയുള്ള ആക്ടിവിസ്റ്റുകൾ, പോയറ്റ്സ്, ആർട്ടിസ്റ്റ്, ഇവരൊക്കെ ഇങ്ങനത്തെ തെറ്റുകൾ കണ്ടാൽ പ്രതികരിക്കുന്നവരാണ്. പക്ഷേ ഇവരെന്തെങ്കിലും പ്രതികരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവരെ അറ്റാക്ക് ചെയ്യുകയും ഇവരുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് കർട്ടൈൽ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റാൻസ 2 പറയുന്നത്. ഇനി സ്റ്റാൻസ 3 നോക്കാം. ഓ ഗോഡ് ഓഫ് മേ, ഹാവ് മേഴ്സി, ബ്ലെസ് ദിസ് വിതേർഡ് ബോഡീസ് വിത്ത് ദ പാഷൻ ഓഫ് യുവർ റിസറക്ഷൻ, മേക്ക് ദെയർ ഡെഡ് വെയിൻസ് ഫ്ലോ വിത്ത് ദ ബ്ലഡ് അഗെയിൻ. അപ്പോൾ ഇവിടെ പോയറ്റ് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട്, ഇങ്ങനെ ലൈഫില്ലാതായിപ്പോയ, അവർക്ക് പ്രതികരിക്കാനാവാതായിപ്പോയ ഈ ഒരു ജീവിതം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടു പോയ ജീവിതങ്ങളിലേക്ക് കുറച്ച് പ്രതീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും ഉയർന്നു പൊങ്ങാൻ സാധിക്കുമെന്നാണ് കവി കരുതുന്നത്. അപ്പോൾ ഇത്രയാണ് സ്റ്റാൻസ 3 പറയുന്നത്. ഇനി നമുക്ക് സ്റ്റാൻസ 4 നോക്കാം. ഗിവ് സം ട്രീ ദ ഗിഫ്റ്റ് ഓഫ് ഗ്രീൻ അഗെയിൻ, ലെറ്റ് വൺ ബേർഡ് സിങ്. അപ്പോൾ ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലെറ്റ് വൺ ബേർഡ് സിങ് എന്നാണ്. ആരെങ്കിലും ഒരാളൊന്ന് ശബ്ദമുയർത്തട്ടെ. ആരെങ്കിലും ഒരാളൊന്ന് ശബ്ദമുയർത്തി കഴിഞ്ഞാൽ അത് വലിയൊരു മൂവ്മെൻ്റായി പടരുകയും ഇങ്ങനെ അടിച്ചമർത്തലിനെ തരണം ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് സ്റ്റാൻസ 4 പറയുന്നത്. അപ്പോൾ ഈ കവിതയുടെ ഒരു ഓവറോൾ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഓട്ടമിനെ ഒരു ഡിക്റ്റാറ്റർഷിപ്പായിട്ട് കാണുകയും എങ്ങനെയാണ് ഒരു രാജ്യത്തേക്ക് ഇങ്ങനെ ഒരു ഏകാധിപത്യം വരുന്നതെന്നും അതെന്തൊക്കെ പ്രശ്നങ്ങൾ ആ രാജ്യത്ത് ഉണ്ടാക്കുന്നു, അവിടുത്തെ ജനങ്ങളെ അതെങ്ങനെയൊക്കെ ബാധിക്കുന്നു, അവരുടെ ശബ്ദങ്ങൾ എങ്ങനെ ഇല്ലാതാവുമെന്നാണ്. പിന്നീട് പറയുന്നത് എന്താ വെച്ചാൽ, ഇവരോട് തിരിച്ചൊന്ന് പ്രതികരിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ അടിച്ചമർത്തലിന് നിന്ന് കൊടുക്കാതെ ഒരാളെങ്കിലും ഒന്ന് മടിച്ചു നിൽക്കാതെ പ്രതികരിക്കാൻ വേണ്ടിയാണ് കവി പറയുന്നത്. സോ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക കമൻറ്റ് ബോക്സിൽ കൂടെ. ഞാനിപ്പോൾ ക്ലാസ് ഇങ്ങനെ എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതും എന്നെ ഒന്ന് അറിയിക്കാം. സോ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.